കൂടി മന്ത്രി വീണ ജോർജിന് പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ സംഭവത്തിൽ അറസ്റ്റിലായ KSU നേതാക്കളെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. അതേസമയം KSU നേതാക്കൾ ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. നിഖിൽ അളവൂരാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. നിഖിലിലേക്കാണ്. നിഖിൽ, ഇപ്പോൾ എന്താണ് ഈ KSU നേതാക്കൾക്കെതിരെ എടുത്തിരിക്കുന്ന നടപടി? കസ്റ്റഡിയിൽ വിട്ടു എന്ന് പറയുമ്പോൾ എന്താണ് കോടതി പറയുന്നത്? KSU നേതാക്കളായ 5 പേരെയും 2 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. പ്രധാനമായും പോലീസ് ഇക്കാര്യത്തിൽ കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞിരുന്നത് ഇവർ സഞ്ചരിച്ച വാഹനം, അതായത് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ ഇവർ ഉപയോഗിച്ച വാഹനം, ഒപ്പം തന്നെ പോലീസ് ഈ FIR-ൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കരിങ്കൊടിയിൽ പൊതിഞ്ഞ ഏതോ ആയുധം ഉപയോഗിച്ച് മന്ത്രിയെ ആക്രമിച്ചു എന്നതായിരുന്നു. ആ ആയുധം കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഈ കസ്റ്റഡി അപേക്ഷയുടെ ഭാഗമായി പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായുള്ള തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾക്കായാണ് ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ നാളെ വൈകിട്ട് 4 മണി വരെയാണ് പോലീസ് കസ്റ്റഡിയിൽ ഈ KSUവിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെയുള്ള 5 നേതാക്കളെയും വിട്ടുകൊടുത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ കോടതിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രതികളുമായി തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്താനുള്ള സാധ്യതയുണ്ട്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള നീക്കം നടത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ തെളിവെടുപ്പ് ഒരുപക്ഷെ പൂർത്തിയാക്കി തിരിച്ച് ഇവരെ കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിരുന്നു. അതിനാൽ തന്നെ നേരത്തെ ഈ 5 പ്രതികളുടെയും ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. ഇപ്പോൾ സെഷൻസ് കോടതിയെ പ്രതികൾ സമീപിച്ചിട്ടുമുണ്ട്. ഇന്ന് രാവിലെ സെഷൻസ് കോടതിയിൽ ഇത്തരത്തിൽ 5 പേരും ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. മറ്റന്നാൾ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിഖിൽ, ഈ KSU നേതാക്കളടക്കം ആരോപിക്കുന്നത് ഇതൊരു വ്യാജ പരാതിയിന്മേലെടുത്ത കേസാണ്, അതിലാണ് നേതാക്കളെ ജയിലിൽ അടച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കൂടി ഈ കേസ് എത്തുമ്പോൾ കോടതി ഈ കാര്യത്തെയൊക്കെ ഏത് രീതിയിലായിരുന്നു നോക്കിക്കണ്ടത്? ഈ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത്തരത്തിലുള്ള വാദം ഉയർത്തിയിരുന്നു. പ്രധാനമായും പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ ഉയർത്തിയത് ഏതോ ആയുധം ഉപയോഗിച്ച് മന്ത്രിയെ ആക്രമിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു. അതേസമയം ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, കരിങ്കൊടി പ്രതിഷേധം മാത്രമാണ് നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു KSU നേതാക്കൾ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ വാദമായി ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടെ ഉന്നയിച്ചത്. പക്ഷേ കോടതി വിശദമായി അക്കാര്യങ്ങൾ പരിഗണിച്ചിരുന്നില്ല. ഇവരുടെ ജാമ്യ ഹർജി തള്ളുകയാണ് ചെയ്തത്. ഏതായാലും സെഷൻസ് കോടതിയിലേക്ക് എത്തുമ്പോൾ ഈ കാര്യങ്ങൾ വീണ്ടും വാദിക്കാൻ തന്നെയാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. മാത്രമല്ല, ഈ വധശ്രമ കുറ്റം ഉൾപ്പെടെ ചുമത്തിയിരിക്കുന്നത് അടിസ്ഥാനമില്ലാതെയാണ്, അതിന് തെളിവുകളില്ല എന്നുള്ള കാര്യം കൂടി കോടതിയിൽ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മന്ത്രിയെ നേരിട്ട് ഈ പ്രവർത്തകർ ആക്രമിക്കുന്ന ദൃശ്യങ്ങളൊന്നും തന്നെ ഇല്ല. ആ സാഹചര്യത്തിൽ വധശ്രമ കുറ്റം ചുമത്തിയത് ഉൾപ്പെടെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ശരി നിഖിൽ.